നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ തന്നെ മടി പിടിച്ചിരുന്നാൽ എന്തെങ്കിലും പുരോഗതി ജീവിതത്തിൽ ഉണ്ടാകുമോ? ഇതുപോലെ തന്നെയാണ് പണത്തിൻ്റെ കാര്യവും. അത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വളരില്ല. റിച്ച് പീപ്പിൾ ഡോണ്ട് വർക്ക് ഫോർ മണി, മണി വർക്ക് ഫോർ ദം. അതായത് സമ്പന്നനാകണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണത്തെ കൊണ്ട് പണിയെടുപ്പിക്കണം. അതിന് ഏറ്റവും നല്ല വഴി അത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക തന്നെയാണ്. പക്ഷേ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നിക്ഷേപിച്ച ആ ഒരു പണം നഷ്ടപ്പെടരുന്നൊരു ആഗ്രഹം നമുക്കുണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മുടെ നാടാണ്, കുറച്ച് ടാക്സൊക്കെ കൂടുതലാണ്. നമുക്ക് റിട്ടേൺ കിട്ടുന്ന ആ ഒരു ലാഭത്തിന് ടാക്സ് ഉണ്ടാവരുത് എന്നൊരു ആഗ്രഹവും നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ അതിനൊരു അവസരവുമായിട്ട് നമ്മുടെ പൊതുമേഖലാ ബാങ്കായിട്ടുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കും മെറ്റ് ലൈഫ് എത്തിയിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, 127 വർഷത്തിൽ പരം പാരമ്പര്യമുള്ളൊരു പൊതുമേഖലാ ബാങ്കാണത്. അവരുടെ ഒരു പുതിയ NFO ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. നിഫ്റ്റി 500 മൊമെൻറ്റം 50 ഇൻഡെക്സ് ഫണ്ട്. ഇതൊരു ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്. NAV വില വെറും 10 രൂപ മാത്രം. മാസം നമുക്ക് 2000 രൂപ തൊട്ട് എത്ര വേണമെങ്കിലും നമ്മുടെ കഴിവനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി 28 അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിനൊരു ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. ഈ ഒരു NFO ഇൻഡെക്സിൻ്റെ ലാസ്റ്റത്തെ 10 വർഷത്തെ വാർഷിക ശരാശരി റിട്ടേൺ എടുത്ത് നോക്കിയാലേ അത് 22.1% ഉണ്ട്. ഇനി ലാസ്റ്റ് 5 വർഷത്തെ ശരാശരി റിട്ടേൺ എടുത്ത് നോക്കിയാലോ അത് 29.8% ഉണ്ട്. അതായത് ഒരു 10 വർഷം മുന്നേ, അതായത് ഇപ്പോൾ 2014 നിങ്ങൾ 1 ലക്ഷം രൂപ ഈ ഒരു ഇൻഡെക്സിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് 7.4 ലക്ഷം രൂപയായിട്ട് തിരികെ കിട്ടിയേനെ. മാർക്കറ്റിലുള്ള ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് സെഗ്മെൻറ്റുകളിലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള 500 കമ്പനികളെ സെലക്ട് ചെയ്തിട്ട് അതാത് കാലഘട്ടങ്ങളിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള 50 കമ്പനികളിൽ നമ്മുടെ ഫണ്ടിൻ്റെ ഒരു വിഹിതം നിക്ഷേപിക്കുകയും മറ്റൊരു വിഹിതം നമ്മുടെ ഫണ്ട് എപ്പോഴും സേഫ് ആയിട്ടിരിക്കുന്ന രീതിയിൽ മാറ്റി വയ്ക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രവർത്തന രീതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ നല്ലൊരു റിട്ടേൺ കിട്ടുകയും ചെയ്യും, നമ്മുടെ ഫണ്ട് ഇവിടെ എപ്പോഴും സേഫ് ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഫണ്ടാണ് PNB മെറ്റ് ലൈഫിൻ്റെ ഈ ഒരു ഫണ്ട്. ഇനി ഇവരുടെ ഒരു പെർഫോമൻസ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഉണ്ട്. 2018 മാർച്ചിൽ ഇവർ പുറത്തിറക്കിയ ഇവരുടെ മിഡ് ക്യാപ് ഫണ്ടിൽ അത് വെറും 5 വർഷം കൊണ്ട് 29.7% റിട്ടേൺ ആണ് നൽകിയത്. ഞാനിവിടെ സൂചിപ്പിച്ചത് വെറും 10 വർഷത്തെ റിട്ടേൺ സാധ്യത മാത്രമേ ഉണ്ടോ. ശരിക്കും ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അതായത് നിങ്ങളൊരു 5 വർഷം മുതൽ 10 വർഷം വരെ കണ്ടിന്യൂസ് ആയിട്ട് പ്രീമിയം അടയ്ക്കുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ അത് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ വിഡ്രോ ചെയ്യാം. പക്ഷേ ഒരു 15 അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് കിട്ടുന്ന റിട്ടേൺ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്ക്. ഇത് മാത്രമല്ല ഗുണം, നമ്മൾ മാസം തോറും അടക്കുന്ന പ്രീമിയത്തിനും അതിനുശേഷം നമുക്ക് മെച്യൂരിറ്റി ടൈം കിട്ടുന്ന വലിയ തുകയ്ക്കും രണ്ടിനും ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. അത് ഫോം 80C പ്രകാരവും 1010D പ്രകാരവും ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. ഇനി ഇതുകൂടാതെ നമ്മൾ മാസം തോറും അടക്കുന്ന പ്രീമിയത്തിൻ്റെ 120 ഇരട്ടി നമുക്ക് ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്. ഇനി മൂന്നാമതൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന നിക്ഷേപകൻ അങ്ങനെ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ തുടർന്നുള്ള പ്രീമിയമൊക്കെ കമ്പനിയാണ് അയാൾക്ക് വേണ്ടി അടയ്ക്കുന്നത്. എന്നിട്ട് മെച്യൂരിറ്റി ടൈമിൽ ആ ഒരു വലിയ മെച്യൂരിറ്റി തുക കമ്പനി നോമിനിക്ക് കൈമാറുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ മാസം തോറും ഒരു 18,000 എന്ന തോതിൽ ഒരു 10 വർഷം അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 15 അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ നാട്ടിൽ നിങ്ങൾ സെറ്റിൽ ആവുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു തുക, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വലിയൊരു റിട്ടേൺ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവുക. ഒരു ബാങ്കിൽ നമ്മൾ FD ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 6 അല്ലെങ്കിൽ 7% അപ്പോൾ അതിനേക്കാളേറെ നമുക്ക് റിട്ടേൺ സാധ്യതയുള്ളൊരു ഫണ്ടാണിത്. അത് മാത്രമല്ല, ഇപ്പോൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്ക് അതിന് വലിയ നോളജ് ഒന്നുമില്ല. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ക്യാഷ് കളയുന്നതിനേക്കാൾ ഭേദം ഇവിടെ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു ഫണ്ടാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിരുന്ന ലിങ്കിൽ പോയിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ നൽകിയതിന് ശേഷം അവിടെ കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്താൽ മതി. ഒരു മലയാളി തന്നെ നിങ്ങളെ വിളിച്ചിട്ട് കൂടുതൽ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 28 വരെയാണ് ഈ ഒരു NFOയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുക.